ഗൈസ്, എന്നോട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? അപ്പൊ ഇന്ന് നമ്മൾ ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് കഴിക്കാൻ വേണ്ടിട്ട് പോവാണ്. നമ്മുടെ നാട്ടിൽ ഇതുവരെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ഫ്രൂട്ടാണ്. ഞാൻ ഇവിടെ വന്നപ്പം അത് കണ്ടു. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാന്ന്. ഒരു തവണ ഞാൻ കഴിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ് സംഭവം. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചുകൊണ്ട് കഴിക്കാൻ. അപ്പൊ നമുക്ക് ഒട്ടും താമസിപ്പിക്കാണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രൂട്ട്. ഇതിന്റെ പേര് കാക്കി ഫ്രൂട്ട് അങ്ങനെ എന്തോ ആണ്. ഇത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ഫ്രൂട്ടാണ്. ഞാൻ കടയിൽ പോയപ്പോൾ അവിടെ കണ്ടപ്പോൾ മേടിച്ചതാണ്. ഞാൻ ഒരു തവണ കഴിച്ചിട്ടുണ്ട് ഈ ഫ്രൂട്ട്. അപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളെ കൂടെ കാണിച്ചു തരാമെന്ന്. കാരണം നമ്മുടെ നാട്ടിൽ ഇത് കണ്ടു കാണത്തില്ലായിരിക്കുമല്ലോ. അപ്പം നമുക്ക് ഇത് ആദ്യം പോയി നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവരാം. അപ്പൊ ഇത് നമ്മൾ നല്ലോണം കഴുകി വൃത്തിയാക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇവനെ ആദ്യം ഇതിന്റെ ഈ സംഭവം ഒന്ന് പൊളിച്ചു കളയും. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ തക്കാളി പോലെയൊക്കെ ഇരിപ്പില്ലേ, തക്കാളി പോലെയൊക്കെ ഇരിപ്പുണ്ടല്ലേ. ഞാനിത് കണ്ടപ്പോൾ ആദ്യം വിചാരിച്ചു ഇതിന് പുളിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും എന്നാണ്. പക്ഷെ എന്തായാലും ഇത് അങ്ങനെയല്ല. സംഭവം ഇത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഒരു തരം ഫ്രൂട്ടാണ്. നല്ല കട്ടിയുണ്ട് കേട്ടോ ഈ സംഭവം പൊളിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ പൊളിച്ച് കളയണം. കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ശരിക്കും നമ്മളുടെ ഒരു തക്കാളി പോലെ തന്നെയുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഇവനെ ഒന്ന് കട്ട് ചെയ്തിട്ട് നോക്കാം. ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് ഞാൻ കഴിച്ചിട്ട് പറയാം. ഓക്കെ. അപ്പോൾ ഇതാണ് ഈ ഫ്രൂട്ടിന്റെ കളറ് മുറിച്ച് കഴിയുമ്പോൾ കാണാൻ പറ്റുന്നത്. ഇനി ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ. നല്ല ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സപ്പോട്ട പഴമില്ലേ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് അതിനുള്ളത്. അതായത് നമ്മളുടെ ഈ മാങ്ങയുടെയും സപ്പോട്ടയുടെയും കോമ്പിനേഷൻ ടേസ്റ്റാണ് ഈ പഴത്തിന് വരുന്നത്. നല്ല ടേസ്റ്റാണ്. നമ്മുടെ നാട്ടിൽ ഇത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല. ഈ ഫ്രൂട്ടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് കുരുവില്ല. കണ്ടോ? ഇത് കുരുവില്ലാത്തൊരു തരം ഫ്രൂട്ടാണ്. ഇത് എവിടെയെങ്കിലും കിട്ടുമെന്ന് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഒരു വെറൈറ്റി ടേസ്റ്റാണ്. നല്ല ടേസ്റ്റാണ് ഇതിന്. ഞാൻ പറഞ്ഞില്ല, നമ്മുടെ മാങ്ങയുടെ അതുപോലെ തന്നെ സപ്പോട്ടയുടെയും കോമ്പിനേഷൻ ടേസ്റ്റാണ്. എന്തായാലും കഴിച്ചവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പം നമ്മളിങ്ങനെ പൊട്ടിക്കുമ്പോൾ നമുക്ക് കാണാൻ, കണ്ടോ, ഇതിൽ കുരുവില്ലാത്തൊരു തരം പ്രത്യേകതരം ഫ്രൂട്ടാണിത്. അപ്പൊ ഞാൻ കഴിച്ചിട്ടും കാണാം. എനിക്കൊരു അമ്മാവന്റെ മകളുണ്ടായിരുന്നു, എന്റെ മുറപ്പെണ്ണ് മഹാലക്ഷ്മി. എനിക്ക് ഈ വിശപ്പിന്റെ അസുഖമുള്ള ആളാണേ. ഒരു ദിവസം അമ്മാവന്റെ വീട്ടിൽ ചെന്ന എനിക്ക് ഇച്ചിരി മീൻ കൂട്ടി ചോറിനൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എന്റെ ആഗ്രഹം സാധിക്കാൻ വേണ്ടി മാർക്കറ്റിൽ മീൻ വാങ്ങാൻ പോയതാ മഹാലക്ഷ്മി. ഒരു തമിഴിലോരിടിച്ച് മരിച്ച്. എന്നിട്ട് എന്ത് ചെയ്യാൻ?
അമ്മാവന്റെ വീട്ടിൽ കുറച്ച് ഉണക്കമീനുണ്ടായിരുന്നു, അതോട്ട് ചോറുന്ന് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തു. ശാപം. ഞാൻ കഴിച്ച് വന്നപ്പോഴാണ് മനസ്സിലായത് കുരുവില്ലെന്ന് പറഞ്ഞാലും ഇതിൽ ഒരുതരം കുഞ്ഞു കുരു പോലെ ഉണ്ട്. കണ്ടോ, ചെറിയ തരം ഒരു കുരു പോലെ ഉണ്ട്. പക്ഷെ സംഭവം എന്തായാലും നല്ല ടേസ്റ്റാണ്. ഞാനിത് 3 എടുത്തെങ്കിലും നമുക്കിത് ഒരെണ്ണമൊക്കെ കഴിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഒരെണ്ണം കഴിക്കുമ്പോൾ നമ്മുടെ വയറ് നിറയും. അത്ര റിച്ചാണ് ഈ സംഭവം. ഇന്ന് നല്ലൊരു ക്ലൈമറ്റ് ആണ്, കണ്ടല്ലേ. സാധാരണ ഇങ്ങനെ മൂടിയായിട്ടിരിക്കാറാണ് പതിവ്. ഇന്നിപ്പം കിളികളുടെ ശബ്ദമൊക്കെ ഇടയ്ക്ക് വരുന്നുണ്ട്. പിന്നെ നല്ല കാറ്റുണ്ട് ഇടയ്ക്ക്. അപ്പൊ അത്രയുള്ള ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽ കണ്ട ബെല്ലൈക്കൺ ടക്ക് ചെയ്ത് ഓടിക്കുക. അപ്പൊ ഒരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ, ആൻഡ് ദിസ് നവാസ് സൈനിങ് ഓഫ്.